ന്യൂസ് മലയാളം 24/7 സത്യം പറയട്ടെ. നമസ്കാരം. ഈ ദിവസത്തെ സമഗ്രമായ വാർത്തകളുമായി സന്ധ്യാനേരം തുടങ്ങുന്നു. ആദ്യം തലക്കെട്ടുകൾ. മൂന്നാം തവണയും അധികാരത്തിലേറാൻ NDA. 8-ാം തീയതി സത്യപ്രതിജ്ഞ. നരേന്ദ്രമോദി രാഷ്ട്രപതിയെ കണ്ട് സർക്കാർ രൂപീകരിക്കാൻ അവകാശം ഉന്നയിക്കും. സഖ്യകക്ഷികളുടെ പിന്തുണ ഉറപ്പാക്കി BJP. ഇന്ത്യ മുന്നണി യോഗം തുടങ്ങി. നേതാക്കൾ മല്ലികാർജുൻ ഖാർഗെയുടെ വീട്ടിൽ. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, MK സ്റ്റാലിൻ, അഖിലേഷ് യാദവ് അടക്കമുള്ള നേതാക്കൾ യോഗത്തിൽ. ഇന്ത്യ മുന്നണി സർക്കാർ ഉണ്ടാക്കുമെന്ന് RJD നേതാവ് തേജസ്വി യാദവ്. ക്ഷമയോടെ കാത്തിരുന്നു കാണൂ എന്നും തേജസ്വി. നിതീഷിനൊപ്പം ഒരേ വിമാനത്തിൽ ഡൽഹിയിൽ എത്തിയതിലും പ്രതികരണം. വിമാനത്തിൽ കണ്ടപ്പോൾ പരസ്പരം കൈവീശിയെന്നും മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കൂ എന്നും തേജസ്വി. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി പദത്തിലേക്കോ? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നാളെ കാണുമെന്ന് സുരേഷ് ഗോപി. മന്ത്രിസ്ഥാനം അവർ തീരുമാനിക്കും. അഭിനയം തുടരുമെന്നും അത് തന്റെ പാഷനാണെന്നും സുരേഷ് ഗോപി. തൃശൂരിൽ വൻ വരവേൽപ്പ് നൽകി പ്രവർത്തകർ. മോദിയെ പിന്തുണയ്ക്കരുതെന്ന് നിതീഷ് കുമാറിനോട് മമതാ ബാനർജി. പിന്തുണ പിൻവലിക്കാൻ ചന്ദ്രബാബു നായിഡുവിനോടും മമതയുടെ അഭ്യർത്ഥന. പാർട്ടിക്കുള്ളിൽ കലാപം നടത്താൻ BJPയിലെ നല്ലവരോട് അപേക്ഷിക്കുന്നെന്നും മമത. ഇരുമണ്ഡലങ്ങളിലും ജയിച്ച രാഹുൽ ഗാന്ധിക്ക് പ്രിയങ്കയുടെ സ്നേഹ സന്ദേശം. രാഹുലിന്റെ വിജയം സ്നേഹവും സത്യവും കരുണയും ഉള്ളതുകൊണ്ടാണെന്ന് പ്രിയങ്ക. നുണകളുടെ കൂമ്പാരത്തിന് മുന്നിൽ രാഹുൽ അചഞ്ചലനായി നിന്നു. പ്രതികരണം സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിൽ. ഇന്ത്യ മുന്നണിയുടെ മുന്നേറ്റത്തിലും കോൺഗ്രസിന് ക്ഷീണമായി. അധർ രഞ്ജൻ ചൌധരിയുടെ തോൽവി. ബഹ്റാംപൂരിൽ അധർ രഞ്ജനെ വീഴ്ത്തിയത് തൃണമൂൽ സ്ഥാനാർത്ഥി യൂസഫ് പഠാൻ. തോൽവി 85,000-ലേറെ വോട്ടുകൾക്ക്. അരവിന്ദ് കെജ്രിവാളിന് തിരിച്ചടി. ഇടക്കാല ജാമ്യമെന്ന ആവശ്യം തള്ളി കോടതി. ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു 7 ദിവസത്തെ ജാമ്യത്തിന് അപേക്ഷിച്ചത്. ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക് രാജിവെച്ചു. രാജി 24 വർഷവും 3 മാസവും പിന്നിട്ട ഭരണത്തിന് ശേഷം. രാജി ഒഡീഷയിൽ BJPക്ക് കേവല ഭൂരിപക്ഷം കിട്ടിയതോടെ 147 അംഗ സഭയിൽ BJPക്ക് ലഭിച്ചത് 78 സീറ്റ്. 51 സീറ്റ് മാത്രം ലഭിച്ച BJD ഇനി പ്രതിപക്ഷത്ത്. ഏതു മണ്ഡലം നിലനിർത്തുമെന്ന കാര്യത്തിൽ സസ്പെൻസ് നിലനിർത്തി രാഹുൽ ഗാന്ധി. വയനാട്ടിലും റായ്ബറേലിയിലും ജയിച്ചു കയറിയത് 3.5 ലക്ഷത്തിലധികം ഭൂരിപക്ഷത്തോടെ. രാഹുൽ ഒഴിവാക്കുന്ന മണ്ഡലത്തിൽ പ്രിയങ്ക മത്സരിക്കുമെന്ന് സൂചന. ജനവിധി അംഗീകരിക്കുന്നുവെന്ന് പിണറായി വിജയൻ. വിധി ആഴത്തിൽ പരിശോധിച്ചും ആവശ്യമായ തിരുത്തലുകൾ നടത്തിയും മുന്നോട്ടു പോകും. തൃശൂരിലെ BJP വിജയം ഗൗരവത്തോടെ കാണുന്നുവെന്നും പിണറായി വിജയൻ. കേരളത്തിൽ LDFന് 1% വോട്ട് മാത്രമാണ് കുറഞ്ഞതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. UDFന് കേരളത്തിൽ 5% വോട്ട് കുറഞ്ഞു. മാധ്യമങ്ങൾ ഒറ്റക്കെട്ടായി ആക്രമിച്ചിട്ടും 1% വോട്ട് മാത്രമാണ് കുറഞ്ഞതെന്നും CPM സംസ്ഥാന സെക്രട്ടറിയുടെ വിശദീകരണം.
ആറ്റിങ്ങലിൽ നിയമ നടപടിക്കൊരുങ്ങി CPM. തപാൽ വോട്ടുകൾ അസാധുവാക്കിയതിൽ കോടതിയെ സമീപിച്ചേക്കും. സീരിയൽ നമ്പർ രേഖപ്പെടുത്താത്ത ഗസറ്റഡ് ഓഫീസർമാർ ഒപ്പിടാത്തതും വോട്ടർമാരുടെ വീഴ്ചയല്ല. ഇത്തരം വോട്ടുകൾ അസാധുവെന്ന് പ്രഖ്യാപിക്കരുതെന്നും CPM. തൃശൂരിലെ പരാജയത്തിൽ നീരസപ്പെട്ട് കെ മുരളീധരൻ തെരഞ്ഞെടുപ്പിൽ ഇനി മത്സരിക്കില്ല. പൊതുരംഗത്ത് നിന്ന് വിട്ടുനിൽക്കും. തോൽവിയുടെ കാരണം പാർട്ടി പരിശോധിക്കണം. മുതിർന്ന നേതാക്കൾ പ്രചാരണത്തിന് എത്തിയില്ലെന്നും പരാതി. തന്റെ തീരുമാനം തെറ്റിയിട്ടില്ലെന്ന് പത്മജ വേണുഗോപാൽ. എനിക്ക് സത്യം പറഞ്ഞാൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ ഈ പറയുന്ന നേതാക്കന്മാരുടെ പേര് പറയാൻ പോലും എനിക്കിഷ്ടമല്ല. പേര് പറയാൻ പോലും അത്രമാത്രം വേദനിപ്പിച്ച് കണ്ണീരോടുകൂടി എന്നെ ഈ പാർട്ടി നിറക്കി വിട്ടത് എല്ലാം കൂടി. സഹോദരന് മുമ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. കോൺഗ്രസ് ജാതി രാഷ്ട്രീയം കളിക്കുന്നു. കേരളത്തിൽ ഇനിയും താമരകൾ വിരിയുമെന്നും പത്മജ വേണുഗോപാൽ. മോദിയുടെ ജയം പരാജയത്തിന് തുല്യമെന്ന് ശശി തരൂർ. മോദിയുടെ വിജയം ഒരു പരാജയം പോലെ തോന്നുന്നു. ഞങ്ങളുടെ പരാജയം ഒരു വിജയം പോലെ തോന്നുന്നു. ജനങ്ങൾക്ക് ഒരു നല്ലൊരു തിരിച്ചടി കൊടുക്കാൻ സാധിച്ചു BJP സർക്കാരിൻ്റെ അഹങ്കാരവും അവരുടെ പ്രവർത്തനത്തെക്കുറിച്ച്. കേരളത്തിലുള്ളത് ഭരണവിരുദ്ധ വികാരം. നിപ്പയും കോവിഡും പ്രളയവും കൊണ്ടാണ് LDFന് വോട്ട് കിട്ടിയത് എന്നും ശശി തരൂർ. പ്രതീക്ഷിച്ച വിജയം തിരുവനന്തപുരത്ത് ഉണ്ടായില്ലെന്ന് LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ. BJPയെ വിജയിപ്പിക്കാതിരിക്കാൻ ജനം കാണിച്ച ജാഗ്രത ആശ്വാസകരം. BJP കേന്ദ്രത്തിൽ വന്നാൽ ജനങ്ങളുടെ അവസ്ഥ ദുരിതത്തിൽ ആകും എന്ന് ജനം മനസ്സിലാക്കി. BJPയും UDFും പണം കൊടുത്ത് വോട്ട് വാങ്ങിയെന്നും പന്ന്യൻ രവീന്ദ്രൻ. ആറ്റിങ്ങലിൽ വോട്ട് കുറഞ്ഞത് പരിശോധിക്കുമെന്ന് അടൂർ പ്രകാശ് MP. കുറഞ്ഞത് 58,000 വോട്ടുകൾ. കേരളത്തിലെ മാത്രമല്ല ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തന്നെ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷമായിരിക്കും തന്റേതെന്നും അടൂർ പ്രകാശ്. പ്രധാനമന്ത്രിയാകുമോ എന്ന ചോദ്യത്തിന് കരുണാനിധിയെ ഓർമ്മിപ്പിച്ച് MK സ്റ്റാലിൻ. സ്വന്തം ഉയരം നന്നായി അറിയാം എന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി. ഇതേ ചോദ്യം ഉയർന്നപ്പോൾ കരുണാനിധി 1996 നൽകിയതും ഇതേ ഉത്തരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ DMK സഖ്യം നേടിയത് മികച്ച വിജയം. BJPക്ക് തമിഴ്നാട്ടിൽ ഇത്തവണയും സീറ്റില്ല. ഇടുക്കിയിൽ 2 വയസ്സുകാരിയെ ബന്ധു പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി. പൈനാവ് സ്വദേശി ദിയയ്ക്കും മുത്തശ്ശി അന്നക്കുട്ടിക്കും പൊള്ളലേറ്റു. പ്രതി കഞ്ഞിക്കുഴി സ്വദേശി സന്തോഷിനായി അന്വേഷണം തുടങ്ങി പോലീസ്. മഞ്ഞുമ്മൽ ബോയ്സ് സിനിമയുടെ നിർമ്മാതാക്കളുടെ അഭിഭാഷകൻ വക്കാലത്ത് ഒഴിഞ്ഞു. സൗബിൻ ഷാഹിർ അടക്കമുള്ള പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഈ മാസം 12 മാറ്റി. കൂടുതൽ സമയം അനുവദിക്കാനാവില്ലെന്ന് ഹൈക്കോടതി. സംസ്ഥാനത്ത് പുതിയ വിദ്യാഭ്യാസ കലണ്ടർ പുറത്തിറങ്ങി. കലണ്ടറിൽ കേരള വിദ്യാഭ്യാസ ചട്ടം നിഷ്കർഷിക്കുന്ന 220 സ്കൂൾ പ്രവൃത്തി ദിനങ്ങൾ. അധ്യയന ദിവസം വെട്ടിക്കുറയ്ക്കുന്ന കലണ്ടർ ചോദ്യം ചെയ്തുള്ള കോടതി അലക്ഷ്യ ഹർജി നാളെ ഹൈക്കോടതി പരിഗണിക്കും. കാർലോസ് അൽക്കാരസ് ഫ്രഞ്ച് ഓപ്പൺ സെമി ഫൈനലിൽ സ്റ്റെഫനോസ് സിറ്റ്സിപാസിനെ 3 സെറ്റുകൾക്ക് പരാജയപ്പെടുത്തി. ടൂർണമെന്റിൽ നിന്ന് ജോക്കോവിച്ച് പിന്മാറി. കാസ്പർ റൂഡിന് സെമി ഫൈനലിലേക്ക് വാക്ക് ഓവർ.